പ്രതിബദ്ധതയോടെ കാര്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കും. എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ ഉണ്ടെങ്കിൽ എന്നെ തിരുത്താനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഇവിടുത്തെ പാർട്ടിക്കും മുന്നണിക്കും ജനങ്ങൾക്കുമുണ്ട്. ഇത് ജനങ്ങളുടെ മേലെ അധികാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു ഇടമായിരിക്കില്ല. അവർക്ക് അധികാരത്തോടെ വന്നിരുന്ന കാര്യം പറയാൻ കഴിയാവുന്ന ഒരു സ്ഥലമായിട്ട് ഇതിനെ നിലനിർത്തും. നിങ്ങൾക്ക് പോകാൻ സാധിക്കേണ്ടതായിട്ട് പോകുമെന്ന വിശ്വാസം എനിക്കുണ്ട്. കാരണം 3 തവണ പാലക്കാട്ട് വിജയിച്ചപ്പോൾ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെയും നിങ്ങളുടെ വ്യക്തിത്വം അടയാളപ്പെടുത്തുമെന്ന കാര്യം എനിക്ക് വളരെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, MP യെ കുറിച്ച് നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. ആ പ്രതീക്ഷയ്ക്കനുസരിച്ചൊക്കെ തന്നെ നിയോജകമണ്ഡലത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നതെന്നും ധരിക്കരുത്. സാധിക്കില്ല, വല്ലാതെ പരിമിതിയുണ്ട്. അദ്ദേഹം നിയമസഭ അംഗമായ സമയത്ത് ഒരു MP ക്ക് ഒരു നിയോജകമണ്ഡലത്തിൽ കിട്ടിയത് ഏതാണ്ട് 6 കോടി രൂപയാണെങ്കിൽ MLA കിട്ടിയതെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഒരു MP ക്ക് 7 ലോക്സഭാ നിയോജകമണ്ഡലം അസംബ്ലി സെഗ്മെന്റിൽ ആകെ കിട്ടുന്ന 5 കോടിയാണ് മനസ്സിലാക്കുന്നത്. കഷ്ടി 75 ലക്ഷം രൂപയാണ് ഒരു നിയോജകമണ്ഡലം ചെലവഴിക്കാൻ സാധിക്കാതെ തന്നെ. നിങ്ങൾ ആവശ്യങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പരിമിതി പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ സഹകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. മറ്റൊരു കാര്യം കൂടി ഞാൻ ഷാഫിയോട് പറയട്ടെ. ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇവിടെ എത്താതെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ ആളുകൾക്ക് കഴിയുമെന്ന് തുറന്നു പറയുന്നത്